പെസഹ കാലത്തിലെ മൂന്നാമത്തെ ഞായർ. ഇന്നത്തെ സുവിശേഷത്തിൽ നാം എമ്മാവുസിലേക്ക് പോകുന്ന രണ്ട് ശിഷ്യന്മാരെ കണ്ടുമുട്ടുന്നു. എമ്മാവുസ് എന്നത് ജെറൂസലമിൽ നിന്ന് 11 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. യേശുവിനോടൊപ്പം കൂടിയ അപ്പോസ്തലന്മാരും ശിഷ്യന്മാരുമൊക്കെ പ്രത്യേകമായ ഒരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് യേശുവിനോടൊപ്പം ചേർന്നത്. യേശുക്രിസ്തു തങ്ങളുടെ നാടിനെ വിദേശ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നും അങ്ങനെ സ്വതന്ത്രമായ ഒരു രാജ്യം സംസ്ഥാപിച്ചുകൊണ്ട് തങ്ങൾക്ക് അവിടെ അർഹമായ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ചെയ്യും എന്നുള്ള വിശ്വാസത്താലാണ് അവർ യേശുവിനോടൊപ്പം ഒരുമിച്ച് കൂടിയത്. അവിടുത്തെ അത്ഭുത പ്രവർത്തനങ്ങളും അവിടുത്തെ ഇടപെടലുകളുമൊക്കെ ഈ ഒരു വിശ്വാസത്തിന് ആഴം കൂട്ടുന്ന ഒന്നായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സമീപനങ്ങളും പ്രസംഗങ്ങളും തികച്ചും വ്യത്യസ്തമായിരുന്നു. അവിടുന്ന് വിദേശ ആധിപത്യത്തിനെതിരായോ തങ്ങളുടെ തന്നെ നാടിനെ സ്വതന്ത്രമാക്കുന്നതിന് അനുകൂലമായോ ഒന്നും പ്രതികരിച്ചില്ല. മറിച്ച് ദൈവരാജ്യ അധിഷ്ഠിതമായ മൂല്യങ്ങളെക്കുറിച്ചും ആത്മീയമായ രാജ്യ സംസ്ഥാപനത്തെക്കുറിച്ചും ഒക്കെയാണ് പ്രസംഗിച്ചത്. അതുകൊണ്ട് തന്നെ അതവർക്ക് ദുർഗ്രഹമായി മാറുകയും ചെയ്തു. എന്നാൽ തുടർന്ന് നടന്ന സംഭവങ്ങളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ദുഃഖത്തിലാഴ്ത്തുന്നതിന് കാരണമായിട്ട് മാറി. അവർക്ക് സങ്കല്പിക്കുവാൻ കഴിയുന്നതിനും അതീതമായി യേശുവിന് ഏൽക്കേണ്ടി വന്ന പീഡാസഹനവും കുരിശുമരണവും അത് അവരെ ഏറെ ദുഃഖത്തിലാഴ്ത്തി. തങ്ങളുടെ പ്രതീക്ഷകളും തങ്ങളുടെ സ്വപ്നങ്ങളും വിഫലമാകുന്നുവെന്ന് കണ്ട് അവർ തിരിച്ച് തങ്ങളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങുകയാണ്. ഇനി യേശുവിന് പ്രസക്തിയില്ലെന്നും യേശുവിൻ തങ്ങൾക്കുണ്ടായിരുന്ന സ്വപ്നങ്ങളൊക്കെ അസ്തമിച്ചതുകൊണ്ട് മറ്റു കാര്യങ്ങൾ നോക്കുകയും ചെയ്യണമെന്നുള്ള പ്രതീക്ഷയിലേക്കാണ് അവർ എമ്മാവുസിലേക്ക് മടങ്ങിപ്പോകുന്നത്. എന്നാൽ എമ്മാവുസിലേക്ക് മടങ്ങിപ്പോകുന്ന ഈ ശിഷ്യന്മാരെ പിന്തുടരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനോഹരമായ ഒരു രീതിശാസ്ത്രമാണ് നാം തുടർന്ന് കാണുന്നത്. അവർ നടന്നു നീങ്ങവേ ഒരു അപരിചിതനായി യേശുനാഥനും അവരോടൊപ്പം കൂടി അവരുടെ സംഭാഷണത്തിൽ പങ്കുചേർന്നു. അവരുടെ ഒപ്പം നടന്നുകൊണ്ട് അവരുടെ സംഭാഷണത്തിൽ പങ്കുചേർന്നുകൊണ്ട് യേശുനാഥൻ തിരുവെഴുത്തുകൾ വ്യാഖ്യാനിക്കുവാൻ തുടങ്ങി. ഇവിടെ നാം കാണുന്ന മനോഹരമായൊരു ചിത്രം യേശുനാഥൻ അവരുടെ ജീവിത അവസ്ഥയിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരുടെ സംഭാഷണത്തിലേക്കും അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കും കടന്നു വന്നുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവികമായ പ്രവർത്തനത്തെക്കുറിച്ചും അവർക്ക് ബോധനം നൽകുകയാണ്. ഈ ഒരു സമീപനം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മനുഷ്യനാകൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ടതാണ്. ലോകരക്ഷകനായി കടന്നു വന്ന അവിടുന്ന് നമ്മുടെ ഇടയിൽ നമ്മിലൊരുവനായി മാറിക്കൊണ്ട് നമ്മുടെ ജീവിത ചുറ്റുപാടുകളിലാണ് സഞ്ചരിക്കുകയും വ്യാപരിക്കുകയും ചെയ്തത്. നമ്മിലൊരുവനായി മാറിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവിടുന്ന് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. അപ്രകാരം തന്നെ കൈവിട്ട് തന്നിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് മനസ്സിലാക്കിയ ആ ശിഷ്യന്മാരോടൊപ്പം നടന്നുകൊണ്ട് കർത്താവ് അവർ തനിക്ക് അന്യരല്ലെന്നും താൻ ഒപ്പം ഇപ്പോഴും ഉണ്ടെന്നും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ദൈവവചനത്തിൻ്റെ ചുരുളുകൾ നിവർത്തി കൊടുക്കുകയാണ്. ആ ദൈവവചനത്തിൻ്റെ ശക്തമായ വ്യാഖ്യാനവും അതിൻ്റെ പഠനവും മനസ്സിലാക്കിയ ആ ശിഷ്യന്മാർ അത്ഭുത സ്തബ്ധരാകുകയും ആ തിരുവെഴുത്തുകളുടെ ശക്തിയാൽ ഹൃദയത്തെ കൂടുതൽ ജ്വലിപ്പിക്കുന്നതിന് കാരണമായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ് സുവിശേഷ സാക്ഷ്യം. അവരോടൊപ്പം നടന്ന യേശുനാഥൻ 2 കാര്യങ്ങളാണ് അവരോടൊപ്പം ചെയ്യുന്നത്. ഒന്നാമത്, അവിടുന്ന് വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. വചനം വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട് തിരുവെഴുത്തുകൾ തന്നിലൂടെ എങ്ങനെ നിറവേറി എന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ തന്നെ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചതായിട്ടാണ് സുവിശേഷകൻ നമ്മെ മനസ്സിലാക്കി തരുന്നത്. ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പ്രജ്വലിതമാകുമ്പോൾ അത് ജീവിതത്തെ കൂടുതൽ പ്രകാശപൂർണമാക്കും എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. ദൈവവചനം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രകാശമാകുന്നതും നമ്മുടെ ബോധ്യങ്ങൾക്ക് ആഴമായ വെളിച്ചം പകരുന്നതും നമ്മുടെ പാദങ്ങൾക്ക് ശക്തി പകരുന്നതുമാണ്. ഇപ്രകാരം ദൈവത്തിൻ്റെ ശക്തമായ വാക്ക് അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ
അവരുടെ അകക്കണ്ണ് തുറക്കുകയും ദൈവികമായ ബോധ്യം അവർക്ക് സംലപ്തമാകുകയും ചെയ്യുന്നു. ഈ ഒരു ബോധ്യമാണ് വചന ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ ഓരോ ക്രൈസ്തവനും ഉണ്ടാകുന്നത്. വചനം വായിക്കുകയും വചനം പഠിക്കുകയും വചനത്തിൽ തങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്നത് ആത്മീയമായ ഒരു ജ്വലനമാണ്. അത് ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ ശക്തമായ പ്രതിധ്വനിയായും പ്രകാശമായും പ്രതിധ്വനിക്കുകയും ജീവിതത്തിൻ്റെ ദർശനങ്ങളെ നവീകരിക്കുന്നതിന് കാരണമായിട്ട് മാറുകയും ചെയ്യുന്നു. ശിഷ്യന്മാർക്ക് അപ്രകാരം ഒരു വെളിച്ചം യേശുവിൻ്റെ വചനത്താലും വചന വ്യാഖ്യാനത്താലും ലഭ്യമാകുമ്പോഴാണ് അവർ യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുന്നത്. രണ്ടാമത്തെ സംഭവം യേശുനാഥൻ അവർക്കായി അപ്പം മുറിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. യേശുനാഥൻ അവർക്കായി അപ്പം മുറിച്ച് നൽകുമ്പോൾ അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. യേശുവിനെ തിരിച്ചറിയുന്നത് പങ്കുവയ്ക്കപ്പെടുമ്പോഴാണ്, മുറിച്ച് നൽകുമ്പോഴാണ്. മുറിച്ച് നൽകുകയും പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന തിരിച്ചറിവ് ആരാണ് ഒരാൾ എന്നതിനെക്കുറിച്ചുള്ള വ്യക്തത പകരുന്നതിന് കാരണമായിട്ട് മാറുന്നു എന്ന് സാരം. യേശുക്രിസ്തു ദൈവപുത്രനാണെന്നും അവിടുന്ന് മരണത്തെ അതിജീവിച്ച് പുനരുത്ഥാനം ചെയ്തു എന്നുമുള്ള ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പകർന്നു നൽകൽ ഒരു പുതിയ അനുഭവമായി മാറുകയായിരുന്നു. യേശുവിൻ്റെ അപ്പം മുറിക്കലിലൂടെ അവിടുത്തെ അന്ത്യ അത്താഴത്തെ ശുശ്രൂഷ അവരുടെ മനമുഖരങ്ങളിലേക്ക് കടന്നു വന്നു. എപ്രകാരമാണ് അന്ന് ആ പെസഹ വ്യാഴാഴ്ച ദിവസം അവർക്ക് വേണ്ടി അപ്പം കയ്യിലെടുത്ത് ദൈവത്തിങ്കിലേക്ക് ഉയർത്തി വാഴ്ത്തി അവർക്കായി പകർന്നു നൽകിയത്, അത് അവരുടെ മനോമുഖരങ്ങളിലേക്ക് കടന്നു വരികയും അത് യേശുവാണെന്ന് താതാത്മ്യപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന രീതിയിൽ അവരുടെ കണ്ണുകൾ വീണ്ടും തുറക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ യേശുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ആ രക്ഷയുടെ സന്തോഷം അവർ പൂർണ്ണമായും അനുഭവിക്കുന്നതിന് കാരണമായിട്ട് മാറി. നാം പെസഹക്കാലത്തിലാണ്. പെസഹക്കാലത്തിൽ രണ്ട് രീതിയിലാണ് ദൈവികമായ സാന്നിധ്യവും സഹവാസവും നാം അനുഭവിക്കേണ്ടത്. ഒന്നാമത് വചന വ്യാഖ്യാനത്തിലൂടെ, രണ്ടാമത് വിശുദ്ധ കുർബാനയാകുന്ന തിരുശരീര രക്തങ്ങളുടെ സ്വീകരണത്തിലൂടെ. വചനം വായിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സ്വരത്തിൻ്റെ തിരിച്ചറിവാണ് നമുക്കുണ്ടാകുന്നത്. അവിടുത്തെ സംസാരം ആദ്യം മുതലേ ലോകം മുഴുവനും നൽകപ്പെട്ട ഒന്നാണ്. കാരണം അവിടുത്തെ വചനം ആദിയിലുണ്ടായിരുന്നതാണ്. ആ വചനമാണ് മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചത്. ആ വചനമാണ് ഇന്നും ദൈവവചനത്തിലൂടെ നമ്മോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്വരം നമുക്കിന്നും പ്രസക്തമാകുമാറ് കേൾക്കുവാനും അറിയുവാനും കഴിയുന്നത് അവിടുത്തെ വചനത്തിലൂടെയാണ്. ഈ വചനം ജീവിതത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും നവീകരിക്കുവാനും ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ശക്തി പകരുവാനും പോകുന്ന രീതിയിൽ അത് ദൈവത്തിൻ്റെ വാക്കായി ഏറ്റെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ വാക്കായി നാം തിരിച്ചറിഞ്ഞ് ഏറ്റെടുക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ സാരമായ പരിവർത്തനമുണ്ടാകുന്നത്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ ശക്തമായ ജ്വലനമായി മാറും. ഉള്ളിലെ ജ്വലനം എന്ന് പറയുന്നത് ഉള്ളിൽ നമുക്ക് അനുഭവിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം വചന സാന്നിധ്യത്തിലൂടെ അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ ശക്തമായ വിശ്വാസത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ വചനത്തെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയണം. മറ്റ് ഏതൊരു പുസ്തകവും വായിക്കുന്നത് പോലെ നമ്മുടെ വ്യക്തിപരമായ വ്യാഖ്യാനങ്ങളുടെയും വ്യക്തിപരമായ താല്പര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ ദൈവവചനം നോക്കിക്കാണുമ്പോൾ അത് ജ്വലനം സൃഷ്ടിക്കുന്നതിന് കാരണമായിട്ട് മാറുകയില്ല. ഒരുപക്ഷെ നമുക്ക് അപ്രകാരമുള്ള വായനകൾ ഒരു തരത്തിലുള്ള അനുഭവം പ്രദാനം ചെയ്യുമായിരിക്കും. പക്ഷേ തീവ്രമായ ജ്വലനമായി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ചലിപ്പിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്ന ശക്തമായ ദൈവസ്വരമായിട്ട് അത് മാറണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ടും ആ ശക്തിയുടെ വെളിച്ചത്തിൽ വചനത്തെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന പരിവർത്തനമാണ്. ഈ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ബോധന മണ്ഡലങ്ങളെയും ശക്തമായ രീതിയിൽ സ്വാധീനിക്കുവാൻ പോകുന്നതായി മാറും. അത് ജീവിതത്തിൻ്റെ വെളിച്ചമായി മാറുവാൻ ഉതകുന്ന രീതിയിൽ പുതിയ ദർശനമായും പുതിയ കാഴ്ചപ്പാടായി മാറുന്നു.
ക്രൈസ്തവ ജീവിതം അപ്രകാരം ദൈവത്തെ നിരന്തരം കാണുന്ന ഒരു കാഴ്ചപ്പാടാണ്. ക്രൈസ്തവ ജീവിതം ദൈവത്തിൻ്റെ സ്വരം നിരന്തരം കേൾക്കുന്ന ഒരു ജീവിത ദർശനമാണ്. അവിടുത്തെ കാണുവാനും കേൾക്കുവാനും ഉതകുന്ന രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് വചനത്തെ സമീപിക്കുകയും വചനത്തെ സ്വാംശീകരിക്കുകയും ചെയ്താൽ അത് തരുന്ന ശക്തമായ പരിവർത്തനമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ കാഹളമായി മാറുന്നത്. രണ്ടാമത്തേത് വളരെ അർത്ഥവത്തായ ഒന്നാണ്. യേശുക്രിസ്തു തൻ്റെ ശരീരം നമുക്കായിട്ട് വെച്ച് വിടുമ്പോൾ ഉണ്ടാകുന്ന പരിവർത്തനമാണത്. അപ്പവും വീഞ്ഞും യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളായി നാം പരിവർത്തനം ചെയ്യുവാൻ ഉതകുന്ന രീതിയിൽ പങ്കുവയ്ക്കുമ്പോഴാണ് അവിടെ ഒരു തിരിച്ചറിവുണ്ടാകുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തിരിച്ചറിവുണ്ടാകുന്നതിന് പങ്കുവയ്ക്കൽ അനിവാര്യമാണ്. സ്വാർത്ഥതയുടെയും വ്യക്തി താല്പര്യങ്ങളുടെയും മൂർധന്യതയിൽ നിന്നുകൊണ്ട് നമുക്കായി വസ്തുതകൾ കരുതി വയ്ക്കുകയും നമുക്കായി വാരിക്കൂട്ടുകയും ഒക്കെ ചെയ്താൽ ഒരുപക്ഷെ ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയാത്തവണ്ണം നമ്മുടെ കണ്ണുകൾ അന്ധത ബാധിച്ച ഒന്നായിട്ട് മാറും. ദൈവത്തിൻ്റെ മുഖം നമ്മുടെ ഓരോരുത്തരുടെയും സഹോദര സാന്നിധ്യ സഹവാസത്തിൽ തിരിച്ചറിയുവാൻ കഴിയുമാറ് പങ്കുവയ്ക്കലും പകർന്നു നൽകലും അനിവാര്യമാണ് എന്നുള്ളതാണ് ഈ യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളുടെ വിഭജനം പങ്കുവയ്ക്കലും നമുക്ക് നൽകുന്ന പാഠം. ജീവിതത്തിൻ്റെ യാത്രയിൽ എവിടെയൊക്കെ നമുക്ക് മറ്റുള്ളവർക്കായി സ്വയം പങ്കുവയ്ക്കുവാൻ കഴിയുമോ, മറ്റുള്ളവർക്കായി നമുക്ക് സ്വയം പകർന്നു നൽകുവാൻ കഴിയുമോ, അവിടെയൊക്കെ ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നവണ്ണം മറ്റുള്ളവരിൽ ദൈവമുഖം ദർശിക്കുവാനും സ്നേഹത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും നമുക്ക് കഴിയും എന്നുള്ളതാണ് അവിടുന്ന് തരുന്ന പാഠം. ഈ പാഠം പെസഹ കാലഘട്ടത്തിൽ ഓരോ ദിവസവും നമുക്ക് അനുഭവിക്കുവാൻ ഉതകുന്ന രീതിയിൽ വചന വായനയും വിശുദ്ധ കുർബാനയുടെ സ്വീകരണവും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ് ഈ പെസഹ കാലത്തിൽ നാം സ്വന്തമാക്കേണ്ട സന്ദേശം. അപ്രകാരം വചനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും നമ്മെ അനുയാത്ര ചെയ്യുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അപരിചിതൻ എന്ന് തോന്നുമെങ്കിലും നമ്മുടെ സ്വന്തമായി സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. കാരണം അവൻ കൂടെ നടന്ന് നമ്മുടെ ഒപ്പമുണ്ട്. നമ്മുടെ എല്ലാ ജീവിത യാഥാർത്ഥ്യങ്ങളിലും അവനൊപ്പം നടക്കുന്നവനാണ്. നമ്മെ കൈവിടാതെ, നമ്മെ ഉപേക്ഷിക്കാതെ, നിരാശയിലും സംശയാധിഷ്ഠിതമായ ജീവിത സാഹചര്യങ്ങളിലും അവിടുന്ന് ഒപ്പമുണ്ട് എന്ന് തിരിച്ചറിയുക. ഒപ്പമുള്ള കൂടെയുള്ള ആ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുക എന്നുള്ളതാണ് പെസഹ കാലത്തിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ആനന്ദവും സന്തോഷവും.